തീവ്ര വോട്ടർ പട്ടിക പുതുക്കൽ അത് ബീഹാറിൽ നടപ്പിലാക്കി വലിയ വിവാദങ്ങളുണ്ടായി. കോടതി കയറി. ഇനി രണ്ടാം ഘട്ടമായി കേരളം ഉൾപ്പെടെ ബംഗാൾ ഉൾപ്പെടെ ആസാം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുകയാണ്. പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ മന്ത്രിമാർ അടക്കമുള്ള എല്ലാ പാർട്ടികളും ഇതിനെതിരെ രംഗത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രംഗത്ത് വരികയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. എന്തെങ്കിലും വാസ്തവമുണ്ടോ? എക്കാലത്തെയും വലിയ ആരോപണമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, കോടതികൾ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, എല്ലാ സ്ഥാപനങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഹിതമനുസരിച്ച്, ഇച്ഛാശക്തി അനുസരിച്ച് പ്രതിപക്ഷങ്ങളെ ഉപദ്രവിക്കാനായി പ്രവർത്തിക്കുന്നു എന്ന ഒരു നാറേറ്റീവ്. അത് എക്കാലത്തും വന്നിട്ടുണ്ട്, മുൻകാലങ്ങളിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വല്പം കൂടുതലാണ്. ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് നമുക്ക് വരാം. സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഓഫ് ദി ഇലക്ട്രൽ റോൾ വോട്ടേഴ്സ് ലിസ്റ്റ്, ഇത് കാലാകാലങ്ങളിൽ ചെയ്യേണ്ടത് തന്നെയാണ്. കാരണം ഒരു വീഡിങ് ഔട്ട് എന്ന് പറയുന്ന പ്രക്രിയ തീർച്ചയായും ജനാധിപത്യത്തെ, അതിൻ്റെ ശ്രീകോവിലായ പാർലമെന്റിലേക്കും നിയമസഭകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിനെ സ്ഫുടം ചെയ്തെടുക്കാൻ അത്യന്താപേക്ഷിതമായ കാര്യമാണ് ഇന്റൻസീവ് റിവിഷൻ. സാധാരണഗതിയിൽ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും, വെട്ടി നീക്കുന്നത് വളരെ അപൂർവമാണ്. ഇത് വെട്ടി നീക്കലാണ് പ്രധാനപ്പെട്ട ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുമ്പോൾ. ഇവിടെ ഈ മരിച്ചുപോയ ആളുകൾ കേരളത്തിൽ ലൈഫ് എക്സ്പെക്റ്റൻസി ലേശം കൂടുതലാണ്. അപ്പോൾ പലരും കിടപ്പ് രോഗികളാണ്. ഇവർ മരിച്ചു കഴിഞ്ഞാൽ കൃത്യമായ വിവരം അറിയിച്ചു കൊള്ളണമെന്നില്ല, പക്ഷേ ആ പേരുകളും കാണും. ഈ പേരുകാർ കള്ളവോട്ടായി മരിച്ചു പോയിട്ടുള്ളവരും സ്ഥലം മാറിപ്പോയിട്ടുള്ളവരും, ഗൾഫിലുള്ളവർ, വലിയ നമ്പറാണ് ഗൾഫ് രാജ്യത്തുള്ളവർ. അപ്പം അമേരിക്കൻ പൗരത്വം എടുത്ത് മാറിയവർ, ഇവരെല്ലാവരുടെയും തന്നെ പേര് അതത് സമയത്ത് പൗരത്വവുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അതത് സമയത്തെ അത് നീക്കം ചെയ്യാൻ കഴിയാതെ വരും. അപ്പോൾ ദുർമേധസ് കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. ഇപ്പം നമ്മളൊരു ഈ പോളിംഗ് 70% അല്ലെ 65% എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ പോളിംഗ് 90%. എന്തുകൊണ്ടാണ്? മറ്റുള്ള ആളുകൾ ഒന്നുകിൽ അവർ ദേ ആർ നോട്ട് ഇൻ എ പൊസിഷൻ ടു വോട്ട്, കിടപ്പ് രോഗികളാണ്, അല്ലെങ്കിൽ അവരില്ല ഇവിടെ, അവർ മറ്റ് സംസ്ഥാനങ്ങളിലാണ്, അവരുടെ വോട്ട് ഇവിടെയാണ്, പക്ഷെ അവർ മറ്റ് സംസ്ഥാനങ്ങളാണ്, വോട്ടെടുപ്പിന് മാത്രമായിട്ട് വരാനാവില്ല, അല്ലെങ്കിൽ അവർ ഗൾഫ് നാടുകളിലാണ്. അവർക്കും പൗരത്വമുണ്ടെങ്കിലും വോട്ടവകാശമുണ്ടെങ്കിലും അവർ നാട്ടിൽ വരുമ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ മാത്രമേ വോട്ട് ചെയ്യാനാവൂ. അതുകൊണ്ടാണ് നിലവിലെ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും 10 വർഷം മുൻപ് മരിച്ചവർ തന്നെ ഇപ്പോഴും ലിസ്റ്റിലുണ്ട്. അപ്പൊ ഇത് ആശയപരമായി സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കാരം എന്നതിനെ ആശയപരമായി വിമർശിക്കാൻ ആവില്ല, എതിർക്കാൻ ആവില്ല. പിന്നീടുള്ളത് ഇതിന്റെ പിന്നിലെ ഗൂഢലക്ഷ്യങ്ങളാണ്. ഈ ഗൂഢലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ശ്രീ രാഹുൽ ഗാന്ധി, ലോക്സഭ പ്രതിപക്ഷ നേതാവും ലോക്സഭയിലെ കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളിലൊന്നായ പ്രിയങ്ക ഗാന്ധിയും എല്ലാം ആവർത്തിച്ചു പറയുന്നൊരു കാര്യമുണ്ട്. ഇത് ഈ ചില ന്യൂനപക്ഷ വിഭാഗങ്ങളെ, അല്ലെങ്കിൽ BJP വിരുദ്ധരായ ചില വോട്ടർമാരെ മതത്തിൻ്റെയോ പ്രദേശത്തിൻ്റെയോ ഭാഷയുടെയോ അടിസ്ഥാനത്തിൽ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കുന്നു. അനവധി മാതൃകയെ ചൂണ്ടിക്കാട്ടുന്ന ബീഹാറിനാണ്. ബീഹാറിൽ പല ലക്ഷക്കണക്കിന് പേർ പുറത്തുപോയെന്ന് പറയുന്നു. ഇപ്പോൾ തന്നെ അത് പ്രിയങ്ക ഗാന്ധി മാത്രമല്ല, നിലവിലെ കേരളത്തിലെ മന്ത്രി തന്നെ പറയുന്നു ഇത് നടപ്പിലാക്കുന്നതിൽ ദുരൂഹത ഉണ്ടെന്നാണ് പറയുന്നത്. 7.5 കോടി ജനസംഖ്യയുള്ള ബീഹാറിൽ ഏതാണ്ട് 65 ലക്ഷം പേർ ആദ്യഘട്ടത്തിൽ പുറത്തു പോവുകയാണ്. അത് 3 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന്, ബീഹാറിൽ നിന്നും തൊഴിൽ തേടി മറ്റ് സംസ്ഥാനങ്ങളിൽ താമസം ഉറപ്പിച്ച് ബീഹാറിലേക്ക് വരാൻ സാധ്യത കുറവുള്ള ആളുകളാണ് ഒന്ന്. അവരുടെ പേര് തീർച്ചയായും മറ്റിടങ്ങളിൽ ഒരുപക്ഷെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാകാമില്ലായിരിക്കാം, പക്ഷെ അവർ ബീഹാറിൽ വോട്ടർമാരല്ല ഇപ്പോഴത്തെ നിലയിൽ. 2, ഈ അവിടെ മരിച്ചുപോയ നല്ല നമ്പർ ആളുകളുണ്ട്. അപ്പം ലോക്കൽ ബൂത്ത് ലെവൽ ഏജൻസുമാരും ബൂത്ത് ലെവൽ ഓഫീസേഴ്സും കൃത്യമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഏജന്റായി പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർ കൃത്യമായി മരിച്ചുപോയതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുന്നില്ല. അത് കുറച്ചുകൂടെ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. പക്ഷെ മൂന്നാമത്തെ ഒരു കാറ്റഗറി വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറിയാണ്. ബീഹാറിലും പശ്ചിമ ബംഗാളിലും ആസാമിലും അത് വൻ വിഷയമാണ്. അതാണ് ബംഗ്ലാദേശിൽ നിന്നും നുഴഞ്ഞു കയറുന്ന ആളുകൾ. അവരെങ്ങനെയെങ്കിലും ഒരു ആധാർ കാർഡ് സംഘടിപ്പിക്കും, എന്നിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വരുത്തുകയാണ്. ഇതുകൊണ്ടാണ് പൗരത്വവുമായി ഇത് ബന്ധപ്പെടുത്തണം എന്ന ചിന്ത വന്നത്. പൗരന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണല്ലോ പൊളിറ്റിക്കൽ റൈറ്റ്സ്, വോട്ടവകാശം പൗരന്മാർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അനധികൃതമായി ഇവിടെ വോട്ടവകാശത്തിന് വേണ്ടി മാത്രമായി നുഴഞ്ഞു കയറി വന്ന് അവിടുത്തെ ഡെമോഗ്രാഫിക് ബേസ് തന്നെ മാറുകയാണ്. നോക്കൂ, പശ്ചിമ ബംഗാളിന്റെ കിഴക്കൻ പ്രദേശങ്ങൾ, മാൽദ, മുർഷിദാബാദ് മേഖല, കുച്ച് ബിഹാർ മേഖല, ഇവിടെ എല്ലാം തന്നെ
ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടെ വലിയ തോതിലാണ് ബംഗ്ലാദേശിൽ നിന്നും കടന്നു വന്ന ആളുകൾ. അവർ ഹിന്ദുസും ഉണ്ടാകും, മുസ്ലിംസും ഉണ്ടാകും, രണ്ട് മതക്കാരും ഉണ്ടാകും ഉറപ്പായി. മുസ്ലിംസ് മാത്രമല്ല, ഹിന്ദുക്കളും ഇവിടെ ഉണ്ടാകും. ഇവരൊക്കെ തന്നെ പല കാരണങ്ങളാൽ പല പാർട്ടികളുടെ വോട്ട് ബാങ്കുകളായി മാറുകയാണ്. അപ്പം മതിയായ സിറ്റിസൺഷിപ്പ് ഇല്ലാതെ ഇവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ കയറുന്നു ആധാറിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ടാണ് ആധാർ ഒരു ആധാരമായി എടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസ് അതാണ്. ഈ വിവാദം മുഴുവൻ ഉണ്ടായത് കോൺഗ്രസ് പാർട്ടിയുടെയും ബംഗാളിലെയും അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒക്കെ വോട്ട് ബാങ്കിൻ്റെ നല്ല പങ്ക് ഇങ്ങനെ പല സമയങ്ങളിലായി, ഇപ്പോൾ കടന്നു വന്നവരെന്നല്ല, പല സമയങ്ങളിലായി കടന്നു വന്ന ആളുകൾ കൂടിയാണ്. അതേസമയം BJP അങ്ങനെയല്ല. അവിടെയാണ് BJP അനുകൂലമാകുന്ന ഒരു വോട്ടർ പട്ടിക സൃഷ്ടിക്കാനായി ഘടനകളെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗിക്കുന്നു എന്ന ആരോപണം വരുന്നത്. അതുകൊണ്ടാണ് ഈ 65 ലക്ഷം വോട്ടർമാർ എങ്ങനെയാണ് ബീഹാറിൽ പുറത്താകുന്നത്? അതിൽ നല്ല പങ്കും പല രീതിയിൽ അനധികൃതമായി വന്നവർ തന്നെയാണ്, മരിച്ചവർ മാത്രമല്ല. ഇതിന്റെ 3 കാറ്റഗറിയെ കുറിച്ച് വ്യക്തമായി സൂചനയുമുണ്ട്. പക്ഷെ ഒരു കാര്യം ബീഹാറിനെ കുറിച്ച് പറയണം, അത് നേപ്പാളിൽ നിന്ന് ഉൾപ്പെടെ കടന്നു വരുന്നവരുണ്ട് എന്ന് ഓർക്കണം. അവരാരും മുസ്ലിങ്ങളല്ല എന്ന് ഓർക്കണം. അവർ ബംഗാളും ആസാമും ഉൾപ്പെടെ പല സംസ്ഥാനങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ എന്തുകൊണ്ടാണ് ഈ രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിലെ ജനങ്ങളെ ഇത്രയും വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നത്? ഇതൊരു കോംപ്രഹെൻസീവ് പാക്കേജാണ്. ഭാരതീയ ജനതാ പാർട്ടി വലിയ രീതിയിലുള്ള നീതി നിഷേധം നടത്തുന്നു. ഇപ്പം 65 ലക്ഷത്തിന്റെ കണക്കുകൂടെ അവസാനം 45 ലക്ഷമാണ് ഒഴിവാക്കിയത്. ഇപ്പം തിരുത്തൽ രേഖകളുമായി സമീപിക്കാനുള്ള അവസരമുണ്ട്. പക്ഷെ ബീഹാറിൽ ഇതൊക്കെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് നിരക്ഷരകക്ഷികൾ ഉള്ള ഒരു സ്ഥലമാണ്. കേരളത്തിൽ അങ്ങനല്ല. സമ്പൂർണ്ണ സാക്ഷരത അവകാശപ്പെടുന്ന കേരളത്തിൽ കൃത്യമായ രേഖകളുള്ളവരാണ് മിക്കവാറും എല്ലാവരും. വ്യാജ വോട്ടർമാരുള്ള ആളുകൾ കുറവാണ്. വ്യാജ വോട്ടർ ID കാർഡുള്ള ആളുകൾ ഇവിടെ കുറവാണ്. ഈ ആധാർ വ്യാജമായി സൃഷ്ടിച്ചെടുത്ത ആളുകൾ കേരളത്തിൽ കുറവാണ്. പക്ഷെ കേരളത്തിൽ ഒരു കാറ്റഗറി ഉണ്ടാകാം, ഇവിടുന്ന് മാറിപ്പോകുന്ന ആളുകളുണ്ടാവാം. ഇവിടുന്ന് പെർമനൻ്റായി മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടർമാരായി മാറിയിട്ടുള്ളവരുണ്ടാവാം. അവരുടെ വോട്ടുകൾ എങ്ങനെയാണ് ഇന്ത്യയിലെ 2 പ്രദേശത്ത് ഒരേ സമയം വോട്ടെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരു പൗരനും ന്യായമായി ലഭിക്കാനാവില്ല. അത് ഈ CPM-ന്റെ PM ശ്രീ പോലെ ആയിരിക്കും. ആദ്യം വലിയ അങ്കലാപ്പ് ഉണ്ടാക്കിയിട്ട് അവസാനം അവർ തന്നെ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് പോകും. ഇക്കാര്യത്തിൽ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന ഒരു കാര്യവും CPM ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഏറ്റവും അധികം കാരണം ഈ PM ശ്രീ അങ്ങനെയായിരുന്നു. ആദ്യം ഈ സമരവുമായി അങ്ങ് ഡൽഹിയിൽ വരെ നമ്മുടെ മുഖ്യമന്ത്രി എത്തി, രാഷ്ട്രീയ കേരളത്തിൽ നടപ്പിലാക്കി. PM ശ്രീ എന്ന് പറയുന്നത് BJP-യുടെ B ടീമായി CPM മാറുന്നുവോ, അല്ലെങ്കിൽ BJP CPM അന്തർധാരയുണ്ടോ എന്ന ചോദ്യം കോൺഗ്രസ്സുകാരെക്കാലം ചോദിക്കുന്നതാണ്. പക്ഷെ അത് CPI-ക്കാർ പോലും വ്യംഗ്യമായി ചോദിച്ചു തുടങ്ങിയപ്പോഴാണ് സഹികെട്ട് നിവൃത്തികേടിന്റെ പേരിൽ CPI-ക്ക് മുമ്പിൽ CPM-ന് കീഴടങ്ങേണ്ടി വന്നത്. നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചു. നാളെ അത് ശരിയെന്ന് പറഞ്ഞ് നടപ്പിലാക്കാൻ വരുമ്പോൾ സ്വാഭാവികമായും മറ്റു പാർട്ടികളിൽ നിന്ന് എതിർപ്പുണ്ടായി കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. ഇപ്പോൾ കാണുന്ന എതിർപ്പ് കുറെ കാലം കഴിയുമ്പോൾ അലിഞ്ഞില്ലാതാകും. എല്ലാ എതിർപ്പും അങ്ങനെ കമ്പ്യൂട്ടറുകൾക്കെതിരെ അതിശക്തമായി പോരാടിയതാണ്. യന്ത്രവൽക്കരണത്തിനെതിരെ CPM അതിശക്തമായിട്ട് തെരുവിൽ ഇറങ്ങിയതാണ്. പ്രീ ഡിഗ്രി ബോർഡ് തുടങ്ങുന്നതിനെതിരെ, അപ്പോൾ ഹയർ സെക്കൻഡറി തലത്തിൽ അത് പാഠ്യപദ്ധതി ക്രമീകരിക്കുന്നതിനെതിരെ ഇറങ്ങിയതാണ്. അവസാനം അതത് ഗവൺമെന്റുകൾ തന്നെ ഈ പദ്ധതികളെല്ലാം തന്നെ വർദ്ധിത വീര്യത്തോടെ മുന്നോട്ട് പോകുന്നു. ആദ്യം എന്തിനേയും അന്ധമായി എതിർക്കുക, പിന്നീട് അതിൽ സാധ്യതകൾ കണ്ടെത്തി പ്രായോഗികതയോടെ സമീപിക്കുക. അതുകൊണ്ട് ആ സെൻസിൽ CPM വളരെ പ്രായോഗിക കക്ഷിയാണ്. പക്ഷേ ഇവിടെ പ്രായോഗികത CPM-നെതിരായി വരും. കാരണം ഏറ്റവും അധികം കള്ളവോട്ടുകൾ പലപ്പോഴും പോൾ ചെയ്യപ്പെടുന്നത് കേഡർ സ്വഭാവമുള്ള പാർട്ടികളാണ്. അതിൽ CPM മുന്നണിയിൽ തന്നെയാണ്. മരിച്ചുപോയവരുടെ വോട്ടുകൾ, ദൂരെപ്പോയവരുടെ വോട്ടുകൾ, അതിനൊരു സംവിധാനം തന്നെയുണ്ട് ഇത് പോൾ ചെയ്യിപ്പിച്ചെടുക്കാൻ. മറ്റു പാർട്ടികൾ മെച്ചപ്പെട്ടതാണെന്നല്ല പറയുന്നത്, പക്ഷെ CPM-ന് ഒരു കൃത്യമായ ശാസ്ത്രീയമായ സംവിധാനമുണ്ട്. ഇതൊക്കെ വോട്ടാക്കി മാറ്റിയെടുക്കാനുള്ള സംവിധാനമുണ്ട്. അത് ഒരു പക്ഷേ അപ്സെറ്റ് ആകും. അത് CPM-ന് വലിയ ഒരു ബാലികേറാമല തന്നെയാണ്. കോൺഗ്രസിന് ആ തരത്തിലുള്ള സംഘടനാ സംവിധാനമുണ്ട്. പക്ഷേ അത് പെർഫെക്റ്റ് ചെയ്തെടുക്കാൻ കോൺഗ്രസ്സുകാർക്ക് പലപ്പോഴും കഴിയാറില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് പല രീതിയിൽ പല പാർട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയ പ്രഭാവമൊന്നും ചെലുത്താൻ സാധിക്കില്ല. ഏക പരിഭവം ഇതിപ്പോൾ 4-ാം തീയതി 5-ാം തീയതി ആയിരിക്കും, നവംബർ മാസം 5-ാം തീയതി ആയിരിക്കും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വരുന്നത്. അതിന് തൊട്ട് തലേന്ന് ഈ പ്രക്രിയ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ സമാന്തരമായി തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ, അതേപോലെ തന്നെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, ഇത് രണ്ടും കൂടെ എങ്ങനെ സംഭവിക്കും എന്നതിനെക്കുറിച്ച് വലിയ ആശയക്കുഴപ്പം സംസ്ഥാനത്തിനുള്ളിലുണ്ട്. അത് ന്യായവുമാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.